السلام عليكم ورحمة الله. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين محمد وآله وصحبه أجمعين. أما بعد. സ്നേഹാദരണീയരായ ഖുർആൻ പഠിതാക്കളെ, സൂറത്ത് ശൂറ തുടരുകയാണ്. ഇന്ന് 10, 11, 12 ആയത്തുകളാണ് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ആദ്യമായിട്ട് നമുക്ക് ഈ 3 ആയത്തുകളുടെ പാരായണം കേൾക്കാം. എല്ലാവരും കൂടെ ഓതി പരിശീലിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. وما اختلفتم فيه من شيء فحكمه إلى الله. وما اختلفتم فيه من شيء فحكمه إلى الله. ذلكم الله ربي عليه توكلت وإليه أنيب. ذلكم الله ربي عليه توكلت وإليه أنيب. ربي عليه توكلت وإليه أنيب. ربي عليه توكلت وإليه أنيب. فاطر السماوات والأرض فاطر السماوات والأرض. جعل لكم من أنفسكم أزواجا ومن الأنعام أزواجا. جعل لكم من أنفسكم أزواجا ومن الأنعام أزواجا. يذرأكم فيه يذرأكم فيه. ليس كمثله شيء ليس كمثله شيء. وهو السميع البصير. وهو السميع البصير. له مقاليد السماوات والأرض. له مقاليد السماوات والأرض. يبسط الرزق لمن يشاء ويقدر. يبسط الرزق لمن يشاء ويقدر. إنه بكل شيء عليم. إنه بكل شيء عليم. ഇനി നമുക്ക് ഈ ആയത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാം. 10-ാമത്തെ ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമഖ്തലഫ്തും ഫീഹി മിൻ ശൈഇൻ ഫഹുക്മുഹു ഇലല്ലാഹ്. ദാലികുമുല്ലാഹു റബ്ബി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. ഇനി അല്ലാഹു പറയാം. നേരത്തെയുള്ള ആയത്തുകളിലൂടെ അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങൾ എല്ലാ പ്രവാചകന്മാർക്കും അതുപോലെ നൽകിയിട്ടുണ്ടെന്നും അള്ളാഹു അല്ലാതെ മറ്റൊരു വലിയനെ നിങ്ങൾ സ്വീകരിക്കരുതെന്നും നിങ്ങൾക്ക് രക്ഷകനും സഹായിയുമായിട്ട് അള്ളാഹു ആണുള്ളതെന്നും അവൻ മരിച്ചവരെ ജീവിപ്പിക്കുന്നവനാണെന്നും എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് എന്നുമൊക്കെ നമ്മൾ മേലെയുള്ള ആയത്തിലൂടെ പഠിച്ചു കഴിഞ്ഞു. ഇനി തുടർന്ന് അള്ളാഹു പറയാം, വമഖ്തലഫ്തും ഫീഹി. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ ഭിന്നാഭിപ്രായത്തിലായാൽ, വമഖ്തലഫ്തും നിങ്ങൾ ഭിന്നാഭിപ്രായത്തിലായാൽ, ഫീഹി ഇതിൽ, മിൻ ഷൈഇൻ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ
വ്യത്യസ്ത അഭിപ്രായം നിങ്ങൾക്കിടയിൽ വന്നാൽ ഫഹുക്മുഹു അതിൻ്റെ വിധി ഇലല്ലാ അള്ളാഹുവിലേക്കാകുന്നു. ദാലിക്കുമുല്ലാഹു അവനാകുന്നു അള്ളാഹു. റബ്ബി എൻ്റെ നാഥനായ അള്ളാഹു ആകുന്നു അവൻ. അലൈഹി അവൻ്റെ മേൽ തവക്കൽത്തു ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു, എൻ്റെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നു. വ ഇലൈഹി അവനിലേക്ക് തന്നെയാണ് ഉനീബ് ഞാൻ മടങ്ങുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഈ 10ാമത്തെ ആയത്തിൻ്റെ നേർക്ക് നേരെയുള്ള ഒരർത്ഥം. അപ്പോൾ ഇനി നമുക്ക് പരിശോധിക്കാം. ഈ 10ാമത്തെ ആയത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് വമഖ്തലഫ്തും ഫീഹി മിൻ ശൈഇൻ, നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഭിന്നാഭിപ്രായത്തിലായിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ മതപരമായ ഭിന്നാഭിപ്രായം നിങ്ങൾക്കിടയിലുണ്ടായാൽ നിങ്ങളതെന്ത് ചെയ്യണമെന്നാ ഫഹുക്മുഹു ഇലല്ലാ അതിൻ്റെ വിധി നിങ്ങൾ നടത്തേണ്ടത് അള്ളാഹുവിലേക്കാകുന്നു. അപ്പോൾ ഏതൊരു വിഷയത്തിലാകട്ടെ, വിശുദ്ധ ഖുർആനിൻ്റെ സന്ദേശമായ മതത്തിൻ്റെ സന്ദേശങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം വന്നു, സ്വാഭാവികമാണ്. മുസ്ലിം സമൂഹത്തിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെ പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ എന്ത് ചെയ്യണമെന്ന് അള്ളാഹ് പറയുന്നത് ഫഹുക്മുഹു ഇലല്ലാ, അത് നിങ്ങൾ അള്ളാഹുവിലേക്കാവുന്നു അതിൻ്റെ വിധി നടത്തേണ്ടത്. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ എന്താണോ ആ വിഷയത്തിലുള്ളത് അതാകുന്നു നിങ്ങൾ അംഗീകരിക്കേണ്ടത്, നിങ്ങൾ സ്വീകരിക്കേണ്ടത്. അതുപോലെ അതിൻ്റെ വിശദീകരണമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ എന്തുണ്ടോ അതാവുന്നു നിങ്ങൾ സ്വീകരിക്കേണ്ടത്. അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഇജ്മാഅോ ഖിയാസോ ഒക്കെ എന്താണോ അതാവുന്നു നിങ്ങൾ സ്വീകരിക്കേണ്ടത്. അല്ലാതെ ഓരോരുത്തർക്കും തോന്നിയത് സ്വീകരിക്കുക എന്നത് ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു വിഷയത്തിൽ 4 പണ്ഡിതന്മാർക്കിടയിൽ 4 തരം അഭിപ്രായമുണ്ടായി. ഉദാഹരണത്തിന് മദ്ഹബിൻ്റെ ഇമാമുകളെ നിങ്ങൾ എടുത്തോളൂ. അങ്ങനെ 4 വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായാൽ ഓരോരുത്തർക്കും തോന്നുന്നത് സ്വീകരിക്കുക എന്നാണോ? ഒരാൾ പറയുന്നു ഞാൻ ഒന്നാമത്തവൻ്റെ അഭിപ്രായമാണ് ഞാൻ സ്വീകരിക്കുന്നത്, വേറൊരാൾ പറയുന്നു ഞാൻ രണ്ടാമത്തവൻ്റെ ബിയുടെ അഭിപ്രായമാണ് ഞാൻ സ്വീകരിക്കുക, മൂന്നാമത്തവൻ പറയും ഞാൻ സിയുടേതാണെന്നും നാലാമത്തവൻ പറയും ഞാൻ ഡിയുടേതാണ് സ്വീകരിക്കുന്നത്. ഞാൻ സാങ്കല്പികമായി ABCD പറഞ്ഞു എന്നേ ഉള്ളൂ. അത് ഒരു മുസ്ലിമിന് അനുവദനീയമല്ല. ചെയ്യേണ്ടത് എന്താണ്? അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ, മതപരമായ വിഷയത്തിൽ എന്തെങ്കിലും അഭിപ്രായാന്തരമുണ്ടായാൽ അത് വിശുദ്ധ ഖുർആനിലേക്കും അതിൻ്റെ വിശദീകരണമായ പ്രവാചക ചര്യയിലേക്കുമാണ് മടക്കേണ്ടത്. അതിൽ ഈ വിഷയമായിട്ട് എന്ത് പറയുന്നു എന്ന് കേട്ടാൽ അത് മനസ്സിലായി കഴിഞ്ഞാൽ അത് അംഗീകരിക്കുക. പിന്നെ അവിടെ പക്ഷം പിടിക്കാൻ ഒരു വിശ്വാസിക്ക് അനുവാദമില്ല എന്നർത്ഥം. ഉദാഹരണത്തിന് ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു സംഭവം, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ സന്ദർഭം. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന് സമനില തെറ്റി അദ്ദേഹം ഊരിപ്പിടിച്ച വാളുമായി മദീന പള്ളിയിൽ ജനങ്ങൾക്കിടയിൽ നിൽക്കുകയാണ്. അദ്ദേഹം പറയാണ്, മുഹമ്മദ്, എൻ്റെ ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ തലവിട്ടും എന്ന് ഊരിപ്പിടിച്ച വാളുമായിട്ട് നിൽക്കുകയാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി മരിച്ചിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂസാ നബി അലൈഹിസ്സലാം തൗറാത്ത് വാങ്ങാൻ പോയതുപോലെ അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് പോയിരിക്കുകയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു വരും, പ്രവാചകൻ തിരിച്ചു വരും, ആത്മാവ് പോയിരിക്കുകയാണ്, ഈ റൂഹ് ഇങ്ങോട്ട് തന്നെ വരും. അതുകൊണ്ട് മരിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, വഫാത്തായി എന്ന് ആരെങ്കിലും പറഞ്ഞിട്ട് തലവിട്ടെന്നും പറഞ്ഞ് നിൽക്കുകയാണ്. വളരെ വൈകാതെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ എത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി കിടക്കുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹുജ്റയിലേക്ക് കയറി പ്രവാചകൻ്റെ നെറ്റിയിൽ അവസാനത്തെ ചുംബനം അർപ്പിച്ച് എന്നിട്ട് നേരെ ആ മദീനയിലെ പള്ളിയിലെ മിമ്പറിലേക്ക് കയറി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാം, മൻ കാന യഅ്ബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത് വമൻ കാന യഅ്ബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്. ആരെങ്കിലും മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് ആരാധിച്ചിരുന്നതെങ്കിൽ മുഹമ്മദ് ഇതാ വഫാത്തായിരിക്കുന്നു. ഇനി അതല്ല, ആരെങ്കിലും അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അള്ളാഹു ഒരിക്കലും മരിക്കാത്തവനാവുന്നു എന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ വെച്ച് പ്രഖ്യാപിക്കുകയാണ്. തുടർന്ന് വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫഇൻ മാത ഔ ഖുതില ഖലബ്തും അലാ അഖാബിക്കും എന്ന
വിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത് ആ മദീന മിമ്പറിൽ നിന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഓതി കേൾപ്പിക്കുകയാണ്. ജനങ്ങളെ മുഴുവനും ഉമർ റളിയല്ലാഹുവിന് അടക്കമുള്ളവരെ കേൾപ്പിക്കുക. മുഹമ്മദ് മുൻ കഴിഞ്ഞ പ്രവാചകന്മാരെ പോലെയുള്ളൊരു പ്രവാചകൻ തന്നെയാകുന്നു. ആ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുകയോ അതല്ല ഇനി കൊല്ലപ്പെടുക തന്നെ ചെയ്താലും നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ മതത്തിൽ നിന്ന് പിന്നാക്കം പോകുന്നത് എന്നുള്ള വിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുയുടെ മിമ്പറിൽ നിന്ന് പാരായണം ചെയ്യുകയാണ്. അത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ശാന്തനായി അവിടെ ഇരുന്നു. എന്നിട്ട് പറഞ്ഞു ഇങ്ങനൊരു ആയത്ത് വിശുദ്ധ ഖുർആനിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം പോലും ഞാൻ ഈ സന്ദർഭത്തിൽ മറന്നുപോയി. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത്, ആ വിയോഗം, അത് സഹാബ കിറാമിന് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു. സ്വന്തത്തെക്കാളും സ്നേഹിച്ചതാണ് അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. അതാ ഞാൻ സൂചിപ്പിച്ചത്. ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ അഭിപ്രായത്തിൽ നിന്ന് ഒറ്റയടിക്ക് ഖുർആൻ കേട്ട മാത്രയിൽ പിന്മാറി. അദ്ദേഹം ആ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത് അംഗീകരിച്ചുകൊണ്ട് അതിൽ നിന്ന് വ്യക്തമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകും എന്ന കാര്യം അതിൽ വ്യക്തമാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും അദ്ദേഹം അത് അംഗീകരിച്ച് അവിടെ ഇരിക്കുകയും ചെയ്തു. വേറെ അവൻ തർക്കങ്ങൾക്ക് പോയിട്ടില്ല, വേറെ തർക്കവിതർക്കങ്ങളിലേക്ക് നീങ്ങിയിട്ടില്ല, ന്യായാന്യായങ്ങളിലേക്ക് നീങ്ങിയിട്ടില്ല. ഖുർആനിൻ്റെ വചനം കേട്ടു, ഉമർ റളിയല്ലാഹു അൻഹു അത് അംഗീകരിച്ചു, പ്രശ്നം അവിടെ തീർന്നു. ഒരു സംഭവം. മറ്റൊരു സംഭവം തുടർന്നുണ്ടായത് തന്നെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൗതിക ശരീരം എവിടെയാണ് മറവ് ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ച് സ്വഹാബത്തിൻ്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞു, ഇന്നിടത്താണ് മറവ് ചെയ്യേണ്ടത് എന്ന്. ആയിഷ റളിയല്ലാഹു തആല അൻഹ അവരുടെ മുമ്പാകെ പ്രഖ്യാപിച്ചു, അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അമ്പിയാക്കൾ എവിടെ വെച്ച് മരണപ്പെടുന്നുവോ, അമ്പിയാക്കളുടെ റൂഹ് എവിടെ വെച്ചാണോ പിടിക്കപ്പെടുന്നത് അവിടെ തന്നെയാകുന്നു അമ്പിയാക്കൾ മറവ് ചെയ്യപ്പെടേണ്ടത് എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന പ്രവാചക വചനം ആയിഷ റളിയല്ലാഹു തആല അൻഹ അവർക്ക് പറഞ്ഞു കൊടുത്തു. പിന്നെ സഹാബത്തിന് തർക്കമില്ല, പിന്നെ ആരും ഒരു ന്യായം പറഞ്ഞില്ല. ഓരോരുത്തരും അവരവർ പറയുന്നതിൽ അവരവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് മറവ് ചെയ്യണം എന്നതിന് അവർക്കൊരു 100,000 ന്യായങ്ങൾ പറയാനുണ്ടാവും. ഒരു ന്യായവും പിന്നെ ഇല്ല, പിന്നെ ഒരു തർക്കങ്ങളുമില്ല. എല്ലാം അവസാനിച്ചു. അള്ളാഹുവിൻ്റെ റസൂല് വഫാത്തായത് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹുജറയിൽ വെച്ചാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തിരുവചനം അംഗീകരിച്ചുകൊണ്ട് അവിടെ തന്നെയാകുന്നു മറവ് ചെയ്യേണ്ടത്, ഏകാഭിപ്രായമായി സ്വഹാബത്തിൻ്റെ ഇടയിൽ. കേട്ടോ നിങ്ങൾ, അതാണ് ഇത്തിഫാഖ് ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിൻ്റെ ഇത്തിഫാഖ് അഥവാ ഇജ്മാ. ആ ഇത്തിഫാഖ്, ഏകാഭിപ്രായം. അതായത് ഖുർആൻ കേട്ടതോടുകൂടെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പിന്നെ ഒരു ന്യായവും നിരത്തിയില്ല. ഹദീസ് കേട്ടതോടുകൂടെ സ്വഹാബ കിറാം ആരും പിന്നെ മറ്റൊരു ന്യായം നിരത്തിയില്ല. വിശുദ്ധ ഖുർആനിൽ എന്താണോ ഉള്ളത്, ഹദീസിൽ എന്താണോ ഉള്ളത്, അത് അങ്ങനെ തന്നെ അങ്ങ് അംഗീകരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ അതോടുകൂടെ പരിഹരിക്കപ്പെടുകയും ചെയ്തു. ഇതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത് എന്ന ചില ചരിത്രം വെച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തിയതാണ് സാന്ദർഭികമായിട്ടും. അപ്പോൾ ഇന്നത്തെ സ്ഥിതി നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. എന്തൊക്കെ എത്ര തന്നെ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും ന്യായങ്ങളും തെളിവുകളും രേഖകളും സമർപ്പിച്ചാലും തങ്ങൾ പറഞ്ഞെടുത്ത് തന്നെ നിൽക്കുകയുള്ളൂ എന്ന് വാശി പിടിക്കുകയും പക്ഷം പിടിക്കുകയും ചെയ്യുന്ന വലിയൊരു ജനവിഭാഗത്തെയാണ് മുസ്ലിങ്ങൾക്കിടയിൽ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ആയത്തിൽ എന്താ പടച്ചോൻ പറയുന്നത്? വമഖ്തലഫ്തും ഫീഹി മിൻ ശൈഇൻ ഫഹുക്മുഹു ഇലല്ലാഹ്. നിങ്ങൾ ഇനി എന്തെങ്കിലും ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം നിങ്ങൾക്കുണ്ടായാൽ അതിൻ്റെ വിധി നിങ്ങൾ തേടേണ്ടത് വിശുദ്ധ ഖുർആനിലാകുന്നു, ഖുർആനിലേക്കാണ് നിങ്ങൾ മടക്കേണ്ടത്. ദാലികുമുല്ലാഹ്, അവനാകുന്നു അല്ലാഹു, റബ്ബി എൻ്റെ നാഥനായ അള്ളാഹു ആകുന്നു അവൻ, അലൈഹി തവക്കൽത്തു, ഞാനാ പടച്ച റബ്ബിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂലിനോട് ആവശ്യപ്പെടുക, ആ റബ്ബിലിതാ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു, എൻ്റെ കാര്യങ്ങളൊക്കെയും ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു. എനിക്കിനി അള്ളാഹു അല്ലാത്ത മറ്റൊരു വലിയില്ല, മറ്റൊരു ഷഫീഇല്ല, മറ്റൊരു നസീറില്ല. എൻ്റെ സർവ്വ കാര്യങ്ങളും ഇതാ ഞാൻ അള്ളാഹുവിൽ ഏൽപ്പിച്ചിരിക്കുന്നു. വ ഇലൈഹി ഉനീബ്, അവനിലേക്ക് തന്നെ ഞാൻ മടങ്ങുകയും ചെയ്യുന്നതാണ്. 11-ാമത്തെ ആയത്ത്. ഫാത്തിറുസ് സമാവാതി വൽ അർള് ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജൻ വമിനൽ അൻആമി അസ്വാജ യദ്റഉകും ഫീഹി ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ. അള്ളാഹുവിനെ പറ്റി ഒന്നും കൂടെ വിശദീകരിക്കാം.
ഫാത്തിറ സമാവാത്തി, ആകാശങ്ങളുടെ സൃഷ്ടികർത്താവാകുന്നു അള്ളാഹു. ഫാത്തിർ ഖാലിഖിനെ സൃഷ്ടാവാകുന്നവൻ. വൽ അർളി, ഭൂമിയുടെയും സൃഷ്ടാവാകുന്ന പടച്ച റബ്ബ്. ജഅല ലക്കും മിൻ അൻഫുസിക്കും, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളിൽ നിന്ന് അവൻ ഉണ്ടാക്കിയിരിക്കുന്നു. ജഅല ഉണ്ടാക്കി, ലക്കും നിങ്ങൾക്ക് വേണ്ടി, മിൻ അൻഫുസിക്കും നിങ്ങളിൽ നിന്ന് തന്നെ, അസ്വാജൻ ഇണകളെ അവൻ പടച്ചിരിക്കുന്നു. വമിനൽ അൻആമി കന്നുകാലികളിലും അവൻ ഉണ്ടാക്കിയിരിക്കുന്നു അസ്വാജൻ ഇണകളെ ഉണ്ടാക്കിയിരിക്കുന്നു. യദ്റഉക്കും ഫീഹി, അതിലൂടെ അവൻ നിങ്ങളെ വർദ്ധിപ്പിക്കുന്നു. യദ്റഉ എന്ന് പറഞ്ഞാൽ വർദ്ധിപ്പിക്കുന്നു. കും നിങ്ങളെ, വംശവർദ്ധനവാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ വംശവർദ്ധനവ് അവൻ അതിലൂടെ ഇണകളായി സൃഷ്ടിച്ചതിലൂടെ അവൻ ഉണ്ടാക്കുന്നു. ഫീഹി, ആ ഇണകളിലൂടെ അവൻ നിങ്ങൾക്ക് വംശവർദ്ധനവ് ഉണ്ടാക്കുന്നു. ലൈസ കമിസ്ലിഹി, അവനെപ്പോലെ ഇല്ല. ലൈസ ഇല്ല, കമിസ്ലിഹി അവനെ പോലെ, അള്ളാഹുവിനെ പോലെ ശൈഉൻ ഒന്നുമില്ല. അള്ളാഹുവിന് തുല്യമായി അവനെപ്പോലെയുള്ള അവനെ ഉപമിക്കാൻ പറ്റുന്ന യാതൊന്നും തന്നെ ലോകത്തില്ല. വഹുവസ് സമീഉൽ ബസീർ, അവൻ എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനുമാണ്. ഇതാണിപ്പം 11-ാം ആയത്തിൻ്റെ നേർക്ക് നേരെയുള്ള അർത്ഥം. ഇത് സംബന്ധിച്ച ചെറിയൊരു വിശദീകരണം 11-ാം ആയത്ത്. അപ്പോൾ അള്ളാഹുവിനെ പറ്റി ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്, ഒന്നുകൂടെ പ്രതിപാദിക്കുന്നത്, ആകാശഭൂമികളുടെ സൃഷ്ടാവാണ് പടച്ച റബ്ബ്. പിന്നെ അവൻ ചെയ്ത മറ്റൊരു അനുഗ്രഹമാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്, മനുഷ്യരിലും കന്നുകാലികളിലും ഇണകളെ അവൻ സൃഷ്ടിച്ചു. ആൺ പെൺ എന്നുള്ള ഇണകളെ സൃഷ്ടിച്ചു. ജീവജാലങ്ങളിൽ ഇതേപോലെ ആൺ പെൺ എന്നുള്ള വർഗമില്ലായിരുന്നുവെങ്കിൽ, ഇണകളില്ലായിരുന്നുവെങ്കിൽ എന്താ സംഭവിക്കുക? വംശവർദ്ധനവുണ്ടാവില്ല. ലോകം ഒരു തലമുറയോടുകൂടെ എന്നേക്കുമായി നശിക്കും. ജീവജാലങ്ങൾ പുനരുൽപ്പാദിപ്പിക്കപ്പെടുകയില്ല, അല്ലെങ്കിൽ അവരുടെ വംശവർദ്ധന ഉണ്ടാവുകയില്ല, മനുഷ്യർക്ക് സന്താനങ്ങൾ ഉണ്ടാവില്ല. അപ്പം അതിനുവേണ്ടി നിങ്ങളിൽ മനുഷ്യരിൽ നിന്ന് തന്നെയുള്ള ഇണകളെ അവൻ സൃഷ്ടിച്ചു. അതുപോലെ ജീവജാലങ്ങളിൽ കന്നുകാലികളിലും അതുപോലെ തന്നെ ഇണകളെ അവൻ സൃഷ്ടിച്ചു. എന്തിനു വേണ്ടി? യദ്റഉക്കും, നിങ്ങളെ പെരുപ്പിച്ചുണ്ടാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ വംശവർദ്ധനവിന് വേണ്ടി പടച്ച റബ്ബ് അങ്ങനെ ചെയ്തിരിക്കുന്നു. എന്നിട്ടല്ല പറയാ, ലൈസ കമിസ്ലിഹി ശൈഉൻ, അവനെപ്പോലെ ഒന്നും തന്നെയില്ല. അള്ളാഹുവിനെ ഉദാഹരിക്കാൻ പറ്റുന്ന, അള്ളാഹുവിനെ ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്ന യാതൊന്നും തന്നെ ഈ പ്രപഞ്ചത്തിലില്ല. നമ്മൾ വളരെ ആലോചിക്കേണ്ടതാണ്. അള്ളാഹുവിൻ്റെ ദാത്തിലാവട്ടെ, അള്ളാഹുവിൻ്റെ സിഫാത്തിലാവട്ടെ, അള്ളാഹുവിൻ്റെ അസ്മാകളിലാകട്ടെ, ഒന്നിലും തന്നെ അവന് തുല്യമായി അവനെ ഉപമിക്കാൻ പറ്റുന്ന യാതൊന്നും തന്നെ പ്രപഞ്ചത്തിലില്ല. നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇന്നത്തെ മനുഷ്യർ മുസ്ലിങ്ങളെന്ന് അവകാശപ്പെടുന്നവർ അള്ളാഹു രാജാവിനെ പോലെയാണ്, അള്ളാഹു മന്ത്രിയെപ്പോലെയാണ്, അള്ളാഹു ട്രാൻസ്ഫോമർ പോലെയാണ്, അള്ളാഹു പള്ളിവാസൽ പോലെയാണ്, അള്ളാഹു പിന്നെന്താ ഏറ്റവും പുതിയ വ്യാഖ്യാനം, അള്ളാഹു സൂപ്പർ മാർക്കറ്റിൻ്റെ ഉടമയെപ്പോലെയാണ് എന്ന് തുടങ്ങിയിട്ട് അള്ളാഹുവിനെ ഉദാഹരിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ മനുഷ്യരെ ശിർക്കിലേക്ക്, തെറ്റായ വിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ബോധപൂർവമായിട്ട് അള്ളാഹുവിന് ഉദാഹരണം പറയുന്നു. ഒരിക്കലും തന്നെ അനുവദനീയമല്ല അള്ളാഹുവിന് ഉദാഹരണം പറയൽ. ലൈസ കമിസ്ലിഹി ശൈഉൻ, അള്ളാഹുവിനെ പോലെ യാതൊന്നും തന്നെ ഈ പ്രപഞ്ചത്തിലില്ല. പിന്നെ എങ്ങനെ ഉദാഹരണം പറയുക? അള്ളാഹുവിന് തുല്യമായി, അവൻ്റെ സിഫത്തുകൾക്ക് തുല്യമായി, അവൻ്റെ ഇസ്മുകൾക്ക് തുല്യമായി ഉള്ള യാതൊന്നും തന്നെ ഈ പ്രപഞ്ചത്തിലില്ല. എന്നിരിക്കെ അവൻ്റെ ദാത്തിലോ അവൻ്റെ സിഫാത്തിലോ അവൻ്റെ അസ്മായിലോ നാമങ്ങളിലോ അവൻ്റെ ഉണ്മയിലോ അവൻ്റെ സ്വഭാവ വിശേഷണങ്ങളിലോ അവൻ്റെ നാമവിശേഷണങ്ങളിലോ ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. അള്ളാഹു ആലിമാണ് എന്ന് പറയുന്നതും മനുഷ്യൻ ആലിമാണ് എന്ന് പറയുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അള്ളാഹു സർവജ്ഞനാണ്, എല്ലാ കാര്യങ്ങളും ത്രികാലജ്ഞാനിയാണ്, കാലങ്ങളുടെ പരിമിതിയില്ലാതെ സർവ്വകാര്യങ്ങളും അറിയുന്നവനാണ് പടച്ച റബ്ബ് എന്നാണ് അള്ളാഹു ആലിമാണ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. മനുഷ്യൻ ആലിമാണ് എന്ന് പറയുമ്പോൾ അള്ളാഹു നൽകിയ ചെറിയ വിജ്ഞാനത്തിൻ്റെ ചെറിയൊരംശം അവനുണ്ട് എന്ന അർത്ഥത്തിലാണ്. അത് തന്നെയും അവന് സ്ഥിരബുദ്ധിയുള്ള കാലം മാത്രം. ബുദ്ധി കുറയുന്നതോടുകൂടി അവൻ പഠിച്ചതൊക്കെ അവൻ മറന്നുപോവുകയും ചെയ്യും. പിന്നെ അവനൊന്നുമില്ല, അതൊന്നും അറിയാത്തവനവൻ നമ്മൾ കാണുന്നതാ. നല്ല വിവരമുള്ളവർ പോലും പ്രായാധിക്യം എത്തുമ്പോൾ യാതൊന്നും ഓർമ്മയില്ലാതെ ഒന്നും അറിയാത്ത കൊച്ചു കുഞ്ഞിനെപ്പോലെ എവിടെ വരെ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പോലും അറിയാതെ ഭക്ഷണം വാരിക്കൊടുക്കുന്ന അവസ്ഥ നമ്മൾ കാണുന്നതാണ്.
അങ്ങനെ ഒന്നും അറിയാത്തൊരവസ്ഥയിൽ ഒരു ആലിമ് പോലും ഒന്നും അറിയാത്തൊരവസ്ഥയിലേക്ക് പിന്നീട് മാറിപ്പോവുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ മനുഷ്യർക്ക് സംഭവിക്കുന്നതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ സിഫത്തിന് സിഫത്ത് പോലെയുള്ള അല്ലെങ്കിൽ അതിൻ്റെ ചെറിയൊരു അംശത്തെ സൂചിപ്പിക്കുന്ന ഒരു വിശേഷണം സൃഷ്ടിജാലങ്ങൾക്ക് പറയുമ്പോൾ അത് ആപേക്ഷികമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹ് സമീഅാണ്, കാണുന്നവനാണ് എന്ന് പറയുന്നതും മനുഷ്യൻ കാണുന്നവനാണ് എന്ന് പറയുന്നതും തമ്മിൽ വളരെ അന്തരമുണ്ട്. അള്ളാഹുവിന് പരിമിതിയില്ലാതെ, കാലങ്ങളുടെ വ്യത്യാസമില്ലാതെ, കാണാൻ എന്തെങ്കിലും മാധ്യമത്തിൻ്റെ ആവശ്യമില്ലാതെ എല്ലാം കാണുന്നവനാണ് പടച്ചറബ്. ഇരുട്ടാണെങ്കിലും വെളിച്ചമാണെങ്കിലും കാണുന്നവനാണ്. ഒരേ സമയത്ത് പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും കാണുന്നവനാണ് പടച്ചറബ്. മനുഷ്യനാണെങ്കിൽ ആപേക്ഷികമായി വളരെ പരിമിതമായ വളരെ ചെറിയ ചില കാര്യങ്ങൾ കാണുന്നു. ആ അർത്ഥത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് തുല്യമായ ഒന്നും ഈ പ്രപഞ്ചത്തിൽ ഇല്ലാത്തത് കൊണ്ട് അള്ളാഹുവിനെ ഏതെങ്കിലും ഒന്നുമായി ഉദാഹരിക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിനെ അള്ളാഹുവുമായിട്ട് താരതമ്യം ചെയ്യാൻ ഒരു കാരണവശാലും ഇസ്ലാമിക വിശ്വാസപ്രകാരം അനുവദനീയമല്ല. 22-ാമത്തെ ആയത്ത്, ലഹു മഖാലീദുസ് സമാവാതി വൽ അർദ് യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ ഇന്നഹു ബികുല്ലി ശൈഇൻ അലീം. ഇനി അള്ളാഹു മറ്റ് വലിയ ഒരു കാര്യം പറയുകയാണ്. അള്ളാഹുവിൻ്റെ അധികാരങ്ങൾ, അള്ളാഹുവിൻ്റെ കഴിവുകൾ, അതിനെ സംബന്ധിച്ച് പറയാം. ലഹു, അവനുള്ളതാണ്, അല്ലെങ്കിൽ അവൻ്റെ അടുക്കലാണ്. മഖാലീദ്, താക്കോലുകൾ, ഖജനാവിൻ്റെ താക്കോലുകളാണ്. അതാണ് മഖാലീദ്. ഖജനാവുകളുടെ താക്കോൽ അവൻ്റെ അടുക്കലാണുള്ളത്, അവനുള്ളതാവുന്നു. അസ്സമാവാത്തി, ആകാശങ്ങളുടെ, വസ് അൽ അർളി, ഭൂമിയുടെയും. യബ്സുത്തു, അവൻ വിശാലമാക്കി കൊടുക്കുന്നു. റിസ്ഖ, ഭക്ഷണം അഥവാ ഉപജീവനം വിശാലമാക്കി കൊടുക്കുന്നു ചിലർക്ക്. ലിമൻ യശാഉ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. വയഖ്ദിറു, വേറെ ചിലർക്ക് അവൻ കുടുസാക്കുകയും ചെയ്യുന്നു. ഇന്നഹു, തീർച്ചയായും അവൻ ബികുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അലീം, അറിയുന്നവനാകുന്നു. 12-ാമത്തെ ആയത്തിൻ്റെ നേർക്കുനേരെയുള്ള അർത്ഥം ഇവിടെ സൂചിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ അധികാരത്തെ ഒന്നുകൂടെ വ്യക്തമാക്കുകയാണ്. അള്ളാഹു ആകാശഭൂമികളുടെ സൃഷ്ടാവാണ്. അവനല്ലാതെ രക്ഷകനില്ല, സംരക്ഷകനില്ല. അവനിലാണ് ഭരമേൽപ്പിക്കേണ്ടത്. എല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. വീണ്ടും അള്ളാഹു ആവർത്തിച്ച് പറയുക, ലഹു മഖാലീദുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ താക്കോലുകൾ, ആകാശഭൂമികളുടെ ഖജനാവിൻ്റെ താക്കോലുകൾ അവനുള്ളതാകുന്നു. അതുകൊണ്ട് തന്നെ എന്ത് കാര്യങ്ങൾ വേണോ, എന്ത് വേണോ, അതൊക്കെ അള്ളാഹിൻ്റെ അടുത്താണുള്ളത്. അള്ളാഹുവിനോട് ചോദിച്ചു കൊള്ളുക, അള്ളാഹുവോട് അർത്ഥിച്ചു കൊള്ളുക, അവരോട് പ്രാർത്ഥിച്ചു കൊള്ളുക. ആവശ്യങ്ങളൊക്കെ അവൻ്റെ മുമ്പിൽ നിരത്തി വെക്കുക. മറ്റാരോട്, മരിച്ചവരോടാകട്ടെ ആരോടാകട്ടെ എന്ത് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. മരണപ്പെട്ടു പോയവർ വലിയവന്മാരായിരിക്കാം, മഹത്തുക്കളായിരിക്കാം. അവർ ചെയ്ത അമലുകൾക്കുള്ള പ്രതിഫലം അള്ളാഹു അവർക്ക് കൊടുക്കും. അവർ മഹത്തുക്കളാണ് എന്ന് നമ്മൾ സങ്കല്പിച്ചുകൊണ്ട്, ഭാവിച്ചുകൊണ്ട് നമ്മൾ മനുഷ്യർ അവരോട് അവരുടെ മരണശേഷം തേടുന്നതൊക്കെയും ശിർക്ക് തന്നെയാവുന്നു. കാലത്തിൻ്റെ പരിമിതിയില്ലാതെ കേൾക്കുക, ഉത്തരം ചെയ്യുക, കാണുക എന്നൊക്കെയുള്ളത് അള്ളാഹുവിൻ്റെ സിഫത്താണ്. അത് അള്ളാഹുവിന് മാത്രം അർപ്പിതമായിട്ടുള്ള സ്വഭാവ ഗുണമാണ്, വിശേഷണമാണ്. അത് ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് വകവെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ശിർക്കാണ്. അള്ളാഹുവിൻ്റെ ദാത്തിലാവട്ടെ, സിഫാത്തിലാകട്ടെ, അസ്മാകളിലാകട്ടെ, ഏതെങ്കിലും ഒരു ശക്തിയെ സമമാക്കി വെച്ചാൽ അല്ലെങ്കിൽ തുല്യതപ്പെടുത്തിയാൽ അത് ശിർക്കാവുന്നു. രണ്ടല്ലുണ്ട് എന്ന് പറയേണ്ട കാര്യമില്ല. അള്ളാഹ് കാണുന്നത് പോലെ കാണും ഒരാൾ എന്ന് വിചാരിച്ചാൽ, വിശ്വസിച്ചാൽ മതി, അത് ശിർക്കാണ്. അള്ളാഹു ചെയ്യുന്നത് പോലെ അജ്ഞാതമായ രൂപത്തിൽ, കാര്യകാരണങ്ങൾക്ക് അതീതമായ വിധത്തിൽ, എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ ഈ മരണപ്പെട്ട വലിയ ചെയ്യുമെന്ന് വിചാരിച്ചാൽ അത് ശിർക്കാണ്. അതിന് വേറെ ന്യായം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതൊക്കെ ശിർക്കിൻ്റെ ഗണത്തിൽപ്പെടുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവന് തുല്യമായി മറ്റൊന്നുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയതോടൊപ്പം ആകാശഭൂമികളുടെ ഖജനാവിൻ്റെ താക്കോലുകളൊക്കെയും അവൻ്റെ കയ്യിലാണ്. അവനാണ് ജീവിത വിഭവങ്ങൾ വിശാലമാക്കി കൊടുക്കുന്നതും അതിൽ കുറച്ച് പിടിച്ചു വെച്ച് ഒരു ഞെരുക്കമുണ്ടാക്കുന്നതും ഒക്കെ പടച്ച തമ്പുരാൻ തന്നെയാണ്. എല്ലാ കാര്യങ്ങളും അവൻ്റെ കയ്യിലാണ്. അവൻ അവൻ്റെ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും അറിവുള്ളവനുമാണ് അവൻ. അതുകൊണ്ട് ഏകനായ അള്ളാഹുവിൽ വിശ്വസിച്ച്, വേണ്ടതുപോലെ വിശ്വസിച്ച്, ഏകനായ അള്ളാഹുവിനോട് സഹായങ്ങൾ അർത്ഥിച്ച്, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച്, അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യുന്ന സത്യവിശ്വാസികളിൽ ഉൾപ്പെടണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മളെ എല്ലാവരെയും മുത്തഖികളായി ജീവിക്കാനും മുഅ്മിനുകളായി സത്യവിശ്വാസികളായി ഈമാനോടുകൂടെ മരിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.